വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതേസമയം ശരണ്യയുടെ സുഹൃത്ത് രണ്ടാം പ്രതി നിധിനെ കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതിയെ നിരുപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത്, അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ഈ അമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ കാമുകൻ ഒപ്പമുണ്ടായിരുന്ന ആളെ വെറുതെ വിട്ട പശ്ചാത്തലം കൂടിയുണ്ട്. എന്തെങ്കിലും പ്രത്യേക പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ ഈ കേസിൽ? രഞ്ജിത്ത്, ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ ശരണ്യയുടെ ആൺ സുഹൃത്ത് വാരം വലിയന്നൂരിലെ പുന്നക്കൽ ഹൗസിൽ പി നിതിനെതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ഈ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായ പരാമർശമാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വേണ്ട തെളിവുകൾ വേണ്ട വിധത്തിൽ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഒന്നാം പ്രതിയായിട്ടുള്ള ശരണ്യയെ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ബുധനാഴ്ചയാണ് ഇവരുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KM പ്രശാന്താണ് കേസിന്റെ വിധി പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നത് 2020 ഫെബ്രുവരി 17 പുലർച്ചെയാണ്. ഈ കുട്ടിയുടെ പിതാവ് പ്രണവിനൊപ്പം കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ ഈ കാമുകനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നാണ് കേസ്. ഇതിൽ നിർണായകമായ തെളിവുകൾ വന്നത് ഈ രണ്ടാം പ്രതിയായിട്ടും അതായത് ഒന്നാം പ്രതി ശരണ്യയുമായി ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം സാധിച്ചിരുന്നു. എന്നാൽ അത്തരം മതിയായ തെളിവുകളായിരുന്നില്ല രണ്ടാം പ്രതിയായ ഈ ആൺ സുഹൃത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മതിയായ തെളിവുകളല്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് അല്ലെ വിലയിരുത്തലാണ് കോടതി നടത്തിയത്. ഏതായാലും ഇവർ ഈ ശരണ്യക്ക് എതിരായ വിധി ഏതായാലും ബുധനാഴ്ച പ്രഖ്യാപിക്കും. ശരി. പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊന്നു. പരിക്കേറ്റ 4 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മകളുടെ ഭർത്താവ് പോലീസ് പിടിയിലായി. ഇന്നലെ അർദ്ധരാത്രിയാണ് നാടിനെ നടുക്കിയ അരും കൊല. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ദമ്പതികളുടെ മകൾ സുൽഫിയത്തിന്റെ മുൻ ഭർത്താവ് റാഫിയാണ് ആക്രമിച്ചത്. ഇവരുടെ 4 വയസ്സുകാരനായ മകൻ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. റാഫിയും സുൽഫിയത്തും വേർപിരിഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച കേസ് കോടതിയിലാണ്. കുട്ടിയുടെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതക കാരണം. ഇന്നലെ ഏകദേശം 11 മണിക്കാണ് സംഭവമുള്ളത്. ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫിയാണ് പേരുള്ളത്. ഇയാൾ ഇങ്ങോട്ട് വന്നു. 2 ആളുകൾ ഇവിടെ, ഇത് പ്രായമായിട്ടുള്ള 2 ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.